യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അങ്കിളും ആന്റിയും തുറന്ന മനസ്സോടു കൂടി വേണം അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇനിയുള്ളത് സന്തോഷത്തിന്റെ നിമിഷങ്ങളാ. അത് സ്പോയിലാക്കരുത്. ആന്റി അങ്കിളിനെ അംഗീകരിക്കണം. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറുക. ഇനിതാ ചേച്ചി, ഇതാകാനെ ചേച്ചി. സാധാരണ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോഴാ ഇതുപോലെ മണിയടിച്ച് ആളെ കൂട്ടുന്നത്. ഇന്ന് പക്ഷേ സന്തോഷത്തിന്റെ മണിയടിയാച്ചമ്മേ. ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ മണിയടിക്കാം അല്ലേ? അതെ, ഇത് സന്തോഷത്തിന്റെ മണിയടിയാ. കുറെ കാലമായി ഇങ്ങനൊരു ദിവസം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് അരുണിമയുടെ പിറന്നാളാ, ജന്മനക്ഷത്രമാ. ആഹാ, അത് സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കേക്ക് മുറിച്ച് പരിപാടി തുടങ്ങാം. അരുണിമ ചേച്ചി ആദ്യം കേക്ക് മുറിച്ച് നന്ദേട്ടന് കൊടുക്കട്ടെ. അതെ, ഒരർത്ഥത്തിൽ ഇത് അരുണിമയ്ക്ക് രണ്ടാം ജന്മ. എല്ലാ ദുരിതങ്ങളും ഒഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്കുള്ള ഗ്രഹപ്രവേശം. നിരന്തരമായ തോൽവിക്ക് ശേഷം പുതിയൊരു തുടക്കമാവട്ടെ ഇത്. ചേച്ചിയും യഥാർത്ഥ മകളായ പൂജയെ ഒരുമിച്ച് കിട്ടിയപ്പോഴും ബുദ്ധിയില്ലാതെ എന്തൊക്കെയാ ഞാനും അമ്മയും കാണിച്ചു കൂട്ടിയേ. ചേച്ചി എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ എന്റെ മനസ്സിന്റെ ഭാരം ഒഴിയൂ. എന്തായാലും പെട്ടെന്നൊന്നും അരുണമാൻറ്റി ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മധു ആന്റി. ആരോടൊക്കെ എന്തൊക്കെ ദുഷ്ടത്തരങ്ങളാ ചെയ്തതെന്ന് ആന്റിക്ക് വല്ല ഓർമ്മയുണ്ടോ? അരുണിമ ചേച്ചി ആ പ്രിയ ചേച്ചിയുടെ മകളാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചുപോയി. അവള് ബുദ്ധിപരമായി എന്നെ കയ്യിലെടുത്ത് എല്ലാവർക്കും എതിരാക്കിയതാ. അവളുടെ വാക്ക് കേട്ട് ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നോട് പൊറുക്കണം. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. നീ ഇങ്ങോട്ട് വാ. പൂജമോളോടും മാധുരി ചേച്ചിയോടും ഒക്കെ ഞാൻ മാപ്പ് പറഞ്ഞു. ചേച്ചി എനിക്ക് മാപ്പ് തരണം.
എഴുന്നേക്ക്. ഇതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കലക്കി. മധു ഇങ്ങ് വാ. ഇതെന്തിനാണെന്നറിയാമോ? എന്റെ പൂജമോളുടെ കണ്ണ് കളഞ്ഞതിന്. പ്രിയയ്ക്ക് അവളോട് ശത്രുതയുണ്ടായിരുന്നു. നീ എന്തിനാ അവൾക്ക് കൂട്ടുനിന്നേ? എന്നാലും ചേച്ചി എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നോട് ഇത് ചെയ്യണ്ടായിരുന്നു. പോട്ടെ, സാരല്ല. എനിക്കൊരു കുഴപ്പമില്ല. പറ്റിപ്പോയി. ഞാൻ ചേച്ചിയുടെ കുഞ്ഞനീത്തിയല്ലേ. അമ്മേ വേണ്ട, ഈ ഒരു ദിവസം വഴക്ക് വേണ്ട പ്ലീസ്. അതെ, ഇത്രയെങ്കിലും എന്റെ കുഞ്ഞനുജത്തിക്ക് ഞാൻ കൊടുത്തില്ലെങ്കിൽ ഇവളെ എനിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയില്ല മോളെ. വേദനിച്ചു നിനക്ക്? ഇപ്പൊ വേദന പോയില്ലേ? എനിക്ക് 3 പെൺമക്കളാ. പിന്നെ അമ്മമാര് തെറ്റ് ചെയ്താൽ ബുദ്ധിയുള്ള മക്കൾ അവരെ പറഞ്ഞ് നേർവഴിക്ക് നടത്തേണ്ടതിന് പകരം കുത്തിത്തിരിപ്പുണ്ടാക്കി എല്ലാവരും തമ്മിലടുപ്പിക്കുകയല്ലേ മധു ചെയ്തത്. അതിന് ഈ കിട്ടിയത് ഒട്ടും കുറവല്ല. ഈ ആന്റി കാട്ടിക്കൂട്ടിയതിനൊക്കെ ശിക്ഷ കൊടുക്കാൻ നിന്നാലേ നമ്മളാരെങ്കിലും ജയിലിൽ പോകേണ്ടി വരും. അജുവേട്ടാ, ഇതെന്റെ അമ്മയുടെ അനുജത്തിയാ. ഇനി ഇളയമ്മയുടെ നമുക്ക് ക്ഷമിക്കാം. ഇനി മനസ്സിലൊന്നും വേണ്ട. എന്റെ പൂജമോളെ, ഇത്രയും നന്മമരാവരുത്. കേട്ടിട്ടില്ലേ, ഏറ്റവും ഉയരത്തിലുള്ള മരത്തിലാ ഏറ്റവും കൂടുതൽ കിളികൾ വന്നിരിക്കുന്നത്. എങ്കിലും ആദ്യം കോടാലി വെക്കുന്നതും ആ മരത്തിലായിരിക്കും. ആന്റി, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിലേ നമ്മുടെ മനസ്സമാധാനം പോകും അല്ലേ? എന്നാ കേക്ക് കട്ട് ചെയ്താലോ? That's it. വാ, Thank you. അങ്ങോട്ട് തുറക്കർജനേട്ടാ. ഓക്കെ, സെറ്റ്. വാ, വാ അമ്മേ. അച്ഛാ വാ. എന്നാ പിടിച്ചോ. അമ്മ വാ. ആ, അമ്മേ. ഏയ്, മോളെ. Happy birthday to you. Happy birthday to you. Happy birthday to you. ആദ്യം നന്ദന്, പിന്നെ പൂജമോൾക്ക്. അത് കഴിഞ്ഞു മതി എനിക്ക്. അമ്മേ കൊടുക്കമ്മേ. വാ അച്ഛാ. കൊടുക്ക്, തിരിച്ചു കൊടുക്ക. Hey! ആ